ഹലോ ഫ്രണ്ട്സ്, ഞാൻ മെറിനോൾ ബൈജു. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ ഏതാണ്ട് 1500 സസ്യങ്ങളുള്ളതിൽ 900 എണ്ണവും ഔഷധ സസ്യങ്ങളാണ്. അതിൽ ഒരെണ്ണത്തെ നമുക്കിന്നൊന്ന് പരിചയപ്പെടാം. ഇത് തുളസിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു സസ്യമാണ്. ഇതിന് പല ഔഷധ ഗുണങ്ങളുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇത് ജലദോഷം ഉണ്ടാകുമ്പോൾ ആവി പിടിക്കാനും പിന്നെ തലമുടിക്കുള്ള എണ്ണ ഉണ്ടാക്കുവാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് തന്നെ വേറൊരു വെറൈറ്റി ഞങ്ങളുടെ നാട്ടിലുണ്ട്. പച്ച കളറാണ് അതിൻ്റെ ഇലയ്ക്ക്. ഈ ചുമന്ന ഇലയുള്ള ഈ തുളസിയെ ഞങ്ങളുടെ നാട്ടിൽ കൃഷ്ണ തുളസി എന്ന് വിളിക്കും. മറ്റേ പച്ച ഇലയുള്ള തുളസി എന്താ വിളിക്കുന്നത് എനിക്കറിയാൻ പാടില്ല. അതിന് ഔഷധ ഗുണമുണ്ടോയെന്നും അറിയാൻ പാടില്ല. ഈ തുളസികളുടെ ഗുണങ്ങൾ അറിയാവുന്നവർ അത് അറിയിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പ്രയോജനപ്പെടും. എന്തെല്ലാം മരുന്നിനകത്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് നമ്മുടെ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ മറ്റ് പേരിൽ വല്ലതും അറിയപ്പെടുന്നുണ്ടോ? എല്ലായിടത്തും തുളസി എന്ന് തന്നെയാണോ അറിയപ്പെടുന്നത്? ഇതെല്ലാം പരസ്പരം ഷെയർ ചെയ്യുകയാണെങ്കിൽ പുതുതലമുറയ്ക്ക് ഇത് പ്രയോജനപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ഇതിൻ്റെ ഒന്നും ഔഷധ ഗുണങ്ങളോ സസ്യങ്ങളോ പോലും തിരിച്ചറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു. അറിയാവുന്നവർ അതിൻ്റെ ഗുണങ്ങൾ അറിയിക്കുകയാണെങ്കിൽ അത് മരുന്നിനകത്ത് ഉപയോഗിക്കുന്നവർക്കും അത് പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചേർക്കാനും ഉപയോഗിക്കാനും പറ്റും. ഞാൻ പറഞ്ഞ പച്ച തുളസി ഇതാണ്. പച്ച ഇലയാണതിന്. ഇതിൻ്റെ ഔഷധ ഗുണം എന്നാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് മരുന്നിനകത്ത് ഉപയോഗിക്കുന്നതാണോന്നും അറിയാൻ പാടില്ല. അറിയാവുന്നവരെ ഇതിൻ്റെ വേറെ എന്തെങ്കിലും പേര് ഉണ്ടെങ്കിൽ അതോ തുളസിയുടെ വേറൊരു വകഭേദമാണോ, എന്ത് തുളസിയാണ്, ഇത് മരുന്നിന് ഉപയോഗിക്കുന്നതാണോ എന്ന് അറിയിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.